ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് കന്യാകുമാരിയിലെത്തി, റൂമിൽ കയറി ഫ്രഷായി. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്തു, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. പിന്നെ ഫുഡും കഴിക്കണം. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മൾ സംസം കണ്ടു. അങ്ങനെ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയാണ് കയറിയത്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഒരു 45 മിനിറ്റ്സൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ഓരോന്നേരമായിട്ട് വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡ്, നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു. അതുപോലെ സ്വപ്നുവിനാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ചപ്പാത്തിയൊക്കെ പറഞ്ഞു. പക്ഷേ അതും കഴിച്ചില്ല അവൾ. കുറച്ച് ഏതാണ്ടൊക്കെ 10 രൂപയുടെ കുറച്ച് ഭാഗത്തും പൊറോട്ടയൊക്കെ ഇച്ചിരി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ കുറച്ച് നേരം പോയി നടന്നിട്ട് വരാം, അവിടേക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബീച്ചിലൊക്കെ പോയി. ബീച്ചിന് നമ്മൾ പണ്ട് എൻ്റെ കുഞ്ഞിലെ, അതായത് ഭാഗ്യയുടെയൊക്കെ ഒരു സമയത്താണ് ഞാൻ കന്യാകുമാരി വന്നിട്ടുള്ള അച്ഛൻ്റെ കൂടെ. പിന്നെ വേറൊരു സമയവും വന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ കന്യാകുമാരി വന്നിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഓർമ്മയൊന്നും എനിക്ക് വലിയതായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ ചെറിയൊരു ഓർമ്മ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നത്തെക്കാട്ടി വളരെ വൃത്തികേടായിട്ടാണ് ബീച്ച് കിടക്കുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും അതിൻ്റെ പേപ്പേഴ്സും പിന്നെ അതിൻ്റെ പേപ്പർ പ്ലേറ്റ്സും എല്ലാം അവിടെ ഇവിടെ എല്ലാമായിട്ടാണ് ഇട്ടിട്ടേക്കുന്നത്. ഇത്രയേറെ വിദേശികളായാലും എല്ലാവരും ഇത്രയേറെ ഒരു സ്പോട്ടാണ്, ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും അവിടെ ഒന്ന് ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രമാത്രം ആളുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ടൂറിസ്റ്റ് മേഖലയാണ്. അപ്പോൾ പിന്നെ അതും ഈ രീതിയിൽ നോക്കുന്നില്ല എന്ന് കണ്ടപ്പം ഭയങ്കര വിഷമം തോന്നി. പക്ഷേ പളനിയിലൊക്കെ പോയ സമയത്താണെങ്കിൽ അവിടെയൊക്കെ നല്ല നീറ്റ്നെസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇറക്കി നടത്താൻ തോന്നത്തില്ല. കാരണം പുറത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ കിടക്കുമ്പോൾ ഇവർക്കറിയത്തില്ല, ഇവർ പോയി പറക്കിയെടുക്കും. അങ്ങനെ ഒരു വിഷമം തോന്നി. എന്നാൽ നമ്മളൊരു അരമണിക്കൂർ അവിടെ ചുമ്മാ കുറച്ച് നേരം ഇരുന്നു. അവിടെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു, നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കൂടുതലും മലയാളികളാണ്. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി വന്ന്. അങ്ങനെ നോക്കിപ്പോണ്ട് ഫുൾ ആളുകൾ സൺറൈസ് കാണാൻ വേണ്ടി. 6 മണിക്കെന്നായിരുന്നു സൺറൈസ് പറഞ്ഞ ടൈം. പക്ഷേ ഒരു 6:10 ആയി. കാരണം നല്ലൊരു കാർമേഘം മൂടിക്കിടക്കുന്നതുകൊണ്ട് കുറച്ച് താമസിച്ചു നമുക്ക് റൈസ് കാണാൻ വേണ്ടി കുറച്ച് താമസിച്ചു. എങ്കിലും നമ്മൾ നല്ലൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് നല്ല രീതി അത് കണ്ടു. പിള്ളേരൊക്കെ ആദ്യമായിട്ട് കാണുമല്ലോ ഇങ്ങനെ പോയിട്ട് കന്യാകുമാരിയിലെ സൂര്യോദയം കാണണം എന്നുള്ളൊരു എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമല്ലേ. അതിപ്പോൾ അതൊക്കെ പിള്ളേരൊക്കെ കണ്ടു. അതാണിത് നമ്മൾ കാണാൻ വേണ്ടി കയറി നിന്നിട്ട് എടുത്തേട്ടോ. അതുകൊണ്ട് അങ്ങേ അറ്റം വരെ ആളുകളാണ്. എന്താ പറയുക, ഓരോ ഫിലിം സ്റ്റാറുകൾ ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ വരത്തില്ലേ, ഹീറോയിൻസ് വരുമ്പം അല്ലെങ്കിൽ ഹീറോ വരുമ്പോൾ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. കാരണം നമുക്ക് കന്യാകുമാരി ക്ഷേത്രത്തിൽ കയറണം. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്തു. പിള്ളേർ 2 പേരും മസാല ദോശയൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാം പ്ലെയിൻ ദോശയൊക്കെ കഴിച്ചു. കുഞ്ഞിനെ അവിടുന്ന് സെർലാക്കുമൊക്കെ കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിലെ വീഡിയോസൊന്നും ഒരുപാട് എടുത്തില്ല. കാരണം ഒരു അരമണിക്കൂർ നമ്മൾ അമ്പലത്തിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ക്യൂവിലായിരുന്നു. അപ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള വീഡിയോസൊന്നും എടുത്തില്ല, കയറി തൊഴുതു. കാരണം അമ്പലത്തിൽ മെയിനായിട്ട് പോകുന്ന ഈ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയുടെ മൂക്കുത്തിയുടെ കാര്യം. അത്രമാത്രം തിളക്കമുള്ള മൂക്കുത്തിയാണെന്ന് ഓൾറെഡി ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, ദേവി കണ്ട് തൊഴണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിൽ അവിടെ പോയി തൊഴുതു. അതിനുശേഷം കുറച്ച് സ്ഥലങ്ങളിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് വ്യൂസാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത്. പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന സമയത്ത് ഇതൊക്കെ കണ്ടതായിട്ട് നല്ല ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ കറങ്ങിയിട്ടങ്ങ് റൂമിലേക്ക് പോന്നു.